ഹലോ ഫ്രണ്ട്സ്, നൗ വി ആർ ഗോയിങ് ടു ഹാപ്പി ലാൻഡ് ട്രിവാൻഡ്രം. അപ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? യാമിൻ മുഖം മറിച്ചിരിക്കുകയാണ്. സഫിമോളുണ്ട്, മിൻഹാമോളുണ്ട്, റിയാമോളുണ്ട്, ഷെഹിനുണ്ട്. ഷെഹിനാണ് വണ്ടി ഓടിക്കുന്നത്. ഷെഹിനെ ഞങ്ങൾ സുട്ടു എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അവനെ സുട്ടു എന്ന് വിളിച്ചാൽ മതി, ഓക്കെ. അപ്പം നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്ക് പോയി തിരുവനന്തപുരം ഹാപ്പി ലാൻഡിൽ എത്തിയിരിക്കുകയാണ്. അതിനകത്തോട്ട് കയറി ആദ്യം നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോകുന്നത്. മിൻഹമോളിന് 4 ഫീറ്റ് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ചൈൽഡിൻ്റെ ടിക്കറ്റ് എടുത്താൽ മതി. ചൈൽഡ് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ ചെറുതൊരെണ്ണം കണ്ടു. എന്നിട്ട് ഞങ്ങൾ ആദ്യം തന്നെ പോയിക്കത് ഡാഷിങ് കാറിലേക്കാണ്. നമ്മൾ കാറിൽ കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്ത് മിൻഹാമോളും സഫിമോളും ആദ്യം ഒന്ന് ട്രബിൾ ചെയ്തെങ്കിലും പിന്നീട് അവർ വട്ടം അടിച്ച് കറക്കി വന്ന് ഇടിക്കുകയായിരുന്നു. അങ്ങനെ കുറേ ടൈം അതിനകത്ത് സ്പെൻഡ് ചെയ്തു. അത് നല്ല രസമാണ്. നിങ്ങൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇനി എവിടെയെങ്കിലും ഒരു തീം പാർക്കിൽ പോകുമ്പോഴത്തേക്ക് അതിൽ കയറണം, ഓക്കെ. അടുത്ത നേരെ നമ്മൾ വെള്ളത്തിൻ്റെ പരിപാടിയാണ്. വെള്ളത്തിൽ ചെന്നപ്പോൾ തന്നെ സുട്ടുമോൻ്റെ ഒരു മാറ്റ് എടുത്ത് കയറി കിടന്ന ഒറ്റ പോക്കായിരുന്നു. അവൻ പറന്നങ്ങ് പോയി. തൊട്ട് പറയുന്ന റിയാൻ പോയ പോക്കുണ്ട്. അതേ ഷൂ എന്ന് പറഞ്ഞാൽ അപ്പുറത്തെത്തി. യാമിനും കയറി. യാമിനൊക്കെ പറന്ന് പോകുമായിരുന്നു. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ പോയെന്ന് അറിയത്തില്ല. അങ്ങനെ അതിനുശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് 2 പേർക്ക് ഒരുമിച്ച് കയറാൻ പറ്റുന്നൊരു റൈഡുണ്ട്. അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. ഒരു 8 പോലത്തെ സാധനത്തിനകത്ത് ഞാനും മിൻഹാമോളും സഫിമോളുടെ കയറി. ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നത്. എൻ്റെ പൊന്നോ, ഒരൊറ്റ പോക്കായിരുന്നു. മേളിൽ കിടന്ന് വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി പേടി. സഫിമോളൊക്കെ അണ്ണാക്ക് വെച്ചിങ്ങനെ കിടന്നു. പിന്നെ അതേ ഒരു കറുത്ത കുഴലിൽ കൂടെ സുട്ടും യാമിനും ആദ്യം ചാടി വന്ന് അടുത്ത വെള്ളത്തിൻ്റെ ഓളം വരുമ്പോഴേ അടുത്ത ടീം വരുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഇതേ പറന്ന് അതിനകത്തെത്തി. നല്ല രസം. അതൊക്കെ എൻ്റർടൈൻമെൻറ്റാണ്, ഭയങ്കര എൻജോയ്മെൻറ്റാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വേവ് പൂളിലേക്ക് പോയി. മിൻഹാമോളൊക്കെ വെള്ളത്തിൽ കിടന്ന് അർമാദിക്കുകയായിരുന്നു. ആ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നിങ്ങളൊക്കെ കുട്ടികളായിട്ട് അവിടെ പോയി ഒന്ന് എൻജോയ് ചെയ്യണം. നമ്മുടെ ഒരുപാട് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്പോട്ടൊക്കെ ഉണ്ട് അതിനകത്ത്. അവിടെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തേക്ക് അതിനകത്തൊക്കെ കയറിയത് മിൻഹാമോൾ ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ ഒരുപാട് ആർട്സ് വരച്ചിട്ടുണ്ട്, നല്ല പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അതൊക്കെ കാണണം. ഞങ്ങളവിടെ നിന്ന് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി നേരെ തിരിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരു ഐസ്ക്രീം, വെള്ളത്തിൽ ഇത്രയും നേരം കിടന്ന് തണുത്ത് വന്നിട്ട് ഞങ്ങൾക്കൊരു ഐസ്ക്രീം കഴിക്കാൻ തോന്നി. എല്ലാവരും ഓരോ ഐസ്ക്രീം മേടിച്ചു. ഐസ്ക്രീം മേടിച്ചിട്ട് അവിടെ നിന്ന് കണ്ട് തിന്ന്. ആ മേലെല്ലാം തണുത്തിരിക്കുന്ന സമയത്ത് ആ തണുത്ത ഐസ്ക്രീം തിന്നുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അത് നിങ്ങൾ കഴിച്ച് നോക്കണം കേട്ടോ. വെള്ളത്തിൽ കിടന്ന് കളിച്ചിട്ട് മേളിൽ കയറി ഒരു ഐസ്ക്രീം കഴിക്കണം. അപ്പോൾ അറിയാം അതിൻ്റെ സുഖം എന്താണെന്ന്, ഓക്കെ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഏകദേശം ഞങ്ങൾ ഒരു 5 hours അതിനകത്ത് സ്പെൻഡ് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴും അവിടെ പുറത്ത് ഞങ്ങൾ ഒത്തിരി നേരം ഫോട്ടോസൊക്കെ എടുത്തു. അവരുടെ മതിലിലൊക്കെ ഒരുപാട് ഇങ്ങനെ കുത്തുമണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാറ്റ ബൈ ബൈ പറഞ്ഞ ഹാപ്പി ലാൻഡിൽ നിന്ന് ഞങ്ങൾ വിട്ട പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങി വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. വണ്ടി ഓടിക്കുന്ന സുട്ടുമാണ്. സുട്ടുവിന് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്, എന്നെപ്പോലെ തന്നെ. അങ്ങനെ അവൻ വന്നു, ഞങ്ങൾ വണ്ടി എടുത്തു. വണ്ടി എടുക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു. മിൻഹാമോളെ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോയത് ഹാപ്പി ലാൻഡിലാണ്. സ്കൂളിൽ നിന്ന് വിടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഹാപ്പി ലാൻഡിൽ പോയത്.